ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 61 മുതൽ 63 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 63-ാം സങ്കീർത്തനം 2-ാം വാക്യം. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിരാശയുടെ അടിത്തട്ടിൽ നിന്നും വിശ്വാസത്തോടും ദൈവാശ്രയ ബോധത്തോടും കൂടെയുള്ള ഒരു ഭക്തന്റെ ജീവിതയാത്രയാണ് ഈ സങ്കീർത്തനത്തിലൂടെ നാം കാണുന്നത്. മകനായ അബ്ശാലോം തന്നോട് മത്സരിച്ച് യെരുശലേമിൽ രാജാവായ സന്ദർഭത്തിൽ ദാവീദും അവനോട് കൂടെയുള്ളവരും യോർദാൻ കടന്ന് യഹൂദ മരുഭൂമിയിൽ പോയി താമസിച്ച കാലത്താണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. ജീവിതത്തിന്റെ വരൾച്ചകൾ നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന വിശാലതയുടെ അനുഭവമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ എടുത്തു പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവത്തിനായുള്ള ദാഹം നമുക്ക് ഇവിടെ ദർശിക്കാം. പ്രതിസന്ധികളുടെയും ഏകാന്തതയുടെയും മധ്യത്തിൽ സങ്കീർത്തനക്കാരൻ അധികാരങ്ങളോ സുഖ സൗകര്യങ്ങളോ അന്വേഷിക്കുന്നില്ല, മറിച്ച് ദൈവിക സാന്നിധ്യത്തിനായാണ് ദാഹിക്കുന്നത് അഥവാ ആഗ്രഹിക്കുന്നത്. ദൈവമേ, നീ എൻ്റെ ദൈവം എന്നത് ദാവീദും ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദാവീദ് ദൈവത്തിന് നൽകിയിട്ടുള്ള മുൻഗണനയാണ് അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും എന്ന് പറയുന്നത്. ദാവീദിന് ദൈവത്തെക്കാൾ വലിയ തൃപ്തി മറ്റൊന്നുമില്ല. മരുഭൂമിയിൽ വെള്ളത്തിനായി ദാഹിക്കുന്ന ഒരു ജീവനെ പോലെ, അത് ഒരുപക്ഷെ ഒരു പക്ഷിയാകാം, ഒരു മൃഗമാകാം, ഒരു മനുഷ്യനാകാം, ജീവനുള്ള എന്തും ആകാം. ആ ജീവനെ പോലെയാണ് ദാവീദ് ദൈവത്തെ അന്വേഷിക്കുന്നത്. ദൈവ സാന്നിധ്യമില്ലെങ്കിൽ താൻ മരിച്ചു പോകാവുന്ന ഒരു അനുഭവം. ഇത്തരത്തിൽ ആത്മാവിൻ്റെ ദാഹം ദൈവ സാന്നിധ്യത്തിലൂടെ മാത്രമേ തീർക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകൾ മാറണമെങ്കിൽ ദൈവിക സാന്നിധ്യം നാം അനുഭവിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ദാഹങ്ങളുണ്ടോ? ദൈവത്തോടും ദൈവവചനത്തോടും ദാഹമുണ്ടോ? അതോ ലോക കാര്യങ്ങളിലാണോ നമ്മുടെ ദാഹം? രണ്ടാമതായിട്ട്, ഒരു സംതൃപ്തി നമുക്ക് ദർശിക്കാം. ദൈവത്തിനായുള്ള ദാഹമുള്ളവരിൽ സംതൃപ്തി നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ ആത്മാവ് സംതൃപ്തമാകുന്നു. കിടക്കയിൽ ദൈവത്തെ ഓർക്കുന്നതും രാത്രികാലങ്ങളിൽ ധ്യാനിക്കുന്നതുമെല്ലാം ഭാഗ്യകരമായിട്ടുള്ള അനുഭവമാണ്. ഇവിടെ പറയുന്നത്, എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു, എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തിങ്കിലേക്കുള്ള നോട്ടം നമുക്ക് പുഷ്ടി നൽകുന്ന അനുഭവമാണ്. ഇത്തരത്തിൽ നിരന്തരം ദൈവബന്ധത്തിൽ ജീവിച്ച് ദൈവിക സ്തുതി ഉയർത്തുന്ന ഒരു ദൈവ പൈതൽ ഒരു അനുഗ്രഹവും ഒരു അത്ഭുത വിഷയവുമായി തീരും. അതിനാൽ നമ്മുടെയും ജീവിതത്തിലെ ശൂന്യതകൾ കണ്ടുപിടിക്കണം. മറ്റാർക്കും തിരുത്തുവാനായിട്ട് കഴിയാത്ത ശൂന്യതകൾ നാം തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് നോക്കണം. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുവോളം ദൈവത്തിനായുള്ള ദാഹത്തോടെ നമുക്ക് ജീവിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ മരുഭൂമി സമാനമായ ജീവിത അനുഭവങ്ങളിൽ നിന്നും വറ്റാത്ത നീരുറവയായ അവിടുത്തെ പുത്രനിൽ ആശ്രയിപ്പാനും ആ പുത്രനെ പിന്തുടരുവാനും ആത്മീയ ദാഹത്തോടെ ജീവിപ്പാനും ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.